അതെങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ ഫലപ്രദമായി സ്വാധീനിക്കണം എന്നാണ് നമ്മൾ ഇത് ആരാധനയെ ധ്യാനിക്കുന്നത്. റെക്കർ ചെയ്യുന്ന, ഞാൻ പ്രകൃതമെന്ന് പറയുന്നത് എന്താണ്? പ്രകൃതമെന്ന് പറയുന്നത് ഇപ്പോൾ ഹാബിറ്റ്, അതിൻ്റെ പ്രത്യേകത എന്താ? റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഹാബിറ്റാക്കണത്. കർത്താവിൻ്റെ ഒരു ശീലം ആധ്യാത്മികമായും ദൈവാനുഭവത്തിൽ നമ്മളെ വളർത്തുന്നതിന് കർത്താവിൻ്റെ കുറേ പെഡഗോജിയുണ്ട്. അതായത് പരിശീലന രീതികൾ, പാഠ്യപദ്ധതികൾ പോലെ. അതിനകത്ത് ഒന്നാണ് ഭാവിക്കൽ. കർത്താവിൻ്റെ ശിഷ്യന്മാരെ ദൈവാനുഭവം പഠിപ്പിക്കുന്ന, പ്രാർത്ഥന പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ പ്രാർത്ഥിച്ച് വളരാനും ഉയരാനൊക്കെ പറ്റും. അതിൽ ഒന്ന് കർത്താവിൻ്റെ ഒരു ശീലം, എപ്പോഴും കർത്താവ് നമ്മളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നത് കാണാം. അത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് ഓർക്കാം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. അങ്ങനെയല്ല, അത് 2 പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ അത് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആക്ഷനാണ്. അതായത് കരുതിക്കൂട്ടി അറിഞ്ഞുകൊണ്ടുള്ളൊരു ആക്ഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് ധ്യാനിക്കാനുള്ള ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു വിഷയമല്ല. അപ്പോൾ വളരെ കരുതലോടുകൂടി കരുതിക്കൂട്ടി കർത്താവ് ചെയ്തിട്ടുള്ള ചില പഠന രീതികളുണ്ട്. അത് റെക്കോർഡ് ചെയ്യണ കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം ഒരേ വിഷയം വരുന്നുണ്ട് ബൈബിളിലെ. കാര്യം അവർ കടന്നു പോകാൻ, ഇപ്പം നമ്മൾ ഉയർപ്പിൻ്റെ കാലമല്ലേ, ഉയർപ്പിൻ്റെ കാലത്ത് ധ്യാനിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഭവ വചനങ്ങൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആദ്യ കുർബാനയാണ് ശരിക്കും. ഇപ്പോൾ ആദ്യ കുർബാന നമുക്കറിയാം, ഈ പട്ടക്കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ കുർബാന അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പുത്തൻ കുർബാന അർപ്പിക്കും. വെച്ചാൽ പിതാവില്ലാതെ, ഗുരുപട്ടം തന്ന അഭിഷിക്തനില്ലാതെ, ഇടയനില്ലാതെ ആദ്യമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് പുത്തൻ കുർബാന. അപ്പോൾ ഈ പുത്തൻ കുർബാന അപ്പോസ്തലന്മാർ അർപ്പിച്ചിരിക്കുന്നത് എമ്മാവൂസിൽ വെച്ചാണ്, എമ്മാവൂസിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഈശോ ഈ ക്ലയഫാസും വേറെ ഒരു ശിഷ്യനും കൂടി തിരിച്ചു പോവുകയാണ്. അവർ ശിഷ്യത്വത്തിൽ നിന്ന് തന്നെ അവർ വിട പറയുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ദേ ആർ ഗോയിങ് ബാക്ക്, ഡിപ്പാർട്ടിങ് ജീസസ്. കർത്താവിനെ വിട്ടും വെച്ച് അവരവരുടെ വഴികളിലേക്ക് പോകുന്നു. വളരെ സങ്കടത്തോടെ ഈശോ പണ്ട് ഈ വിഷയം പറഞ്ഞായിരുന്നു. നിങ്ങളെല്ലാം എന്നെ വിട്ടും വെച്ച് താങ്കളുടെ വഴിയിലേക്ക് പോകുന്ന കാലം വരുമോ? ആധ്യാത്മികതയിലുള്ളതാണിത്. ഓരോരുത്തരും ഏതെങ്കിലും സമയത്ത് തൻ്റെ ദൈവത്തെ വിട്ടും വെച്ചിട്ട് അവനവൻ്റെ വഴികളിലേക്ക് പോകും. മക്കളെ, പോകരുത്. ദിസ് ഇസ് ടൈം ഓഫ് ടെസ്റ്റിങ്. ഇതാണ് ടെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത്, സ്പിരിച്വൽ ലൈഫ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ലൈഫ്. ഞാൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ജീവിതമാണ്. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ, കർത്താവ് ഇടയ്ക്ക് ബുദ്ധി എന്നുള്ള വാക്കിന് വിവേകമുള്ള എന്നൊക്കെ ഈശോ അത് വിവേചന ശക്തി, തിന്മകളെ, കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കാൻ, ഇങ്ങനെ വിവേചനമാണ് ഈശോ. ഞാൻ ആ വിവേചനം തന്നെയാണ് ഉദ്ദേശിക്കണമെങ്കിലും ഞാൻ അതിന് ഇൻ്റലക്ച്വൽ ലൈഫ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാര്യം ഇമോഷണൽ ലൈഫ് ഓൾറെഡി ഉണ്ടല്ലോ പ്രയർ ലൈഫിലെ. അപ്പോഴേ അതേസമയം തന്നെ ആക്ഷൻ, നമ്മളൊരു പ്രാർത്ഥനാ ജീവിതം ഒരു ഇമോഷണൽ ലൈഫാണ് ആധ്യാത്മികതയെങ്കിലും, പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഇൻ്റലിജൻ്റ് ആയിരിക്കണം നമ്മൾ. ഇപ്പോൾ ഈശോ ഈ ഇൻ്റലിജൻസ് എപ്പോഴും, കാര്യം നമ്മളുടെ ആത്മാർത്ഥത എപ്പോഴും ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത് ആ ടെസ്റ്റിംഗ് ടൈം എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ കൊറോണ ടൈമല്ലേ, ഇത് ടെസ്റ്റിംഗ് ടൈമാണ് ശരിക്കും. ഞാൻ അതിലേക്ക് വരാം, ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ. തിരിച്ചറിയാൻ കഴിയാത്ത കർത്താവ്, തിരിച്ചറിയാൻ കഴിയാത്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകാം. പക്ഷേ നമ്മൾക്ക് കർത്താവിനെ തിരിച്ചറിയണമെന്ന്
നിർബന്ധമില്ല. അങ്ങനെ ഒരു അനുഭവം അപ്പോസ്തല അനുഭവങ്ങളാണ്. അതാണ് 24:16 തിരുവചനങ്ങളിലെ ലൂക്കായുടെ സുവിശേഷം 24:16. കർത്താവ് അവിടെ കൂടെയുണ്ട്, പക്ഷേ അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കർത്താവ് എന്നും പറഞ്ഞ് ശരണപ്പെട്ട് നടക്കുന്നവന് കർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചറെങ്കിലും തിരിച്ചറിയാം. ഇവരിങ്ങനെ മ്ലാനവദനരായി ആകുലപ്പെട്ട് നടക്കണില്ലേ, അപ്പോഴേ കർത്താവിനെ തിരിച്ചറിയാൻ പാടായിരിക്കും. കർത്താവേ എന്നുള്ള ഒരു ഓർമ്മ ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്പം 21:6 യോഹന്നാൻ്റെ സുവിശേഷം, ആ ഓർമ്മ എപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയും. അതാണ് യോഹന്നാൻ തിരിച്ചറിഞ്ഞത്. ദാറ്റ് ഈസ് ലോർഡ് എന്നല്ലേ യോഹന്നാൻ പറഞ്ഞത്. കർത്താവ് തിബേരിയസ് കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുന്ന സമയമില്ലേ, അത് കർത്താവാണെന്ന് പറഞ്ഞില്ലേ തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ. എന്താണ്, യോഹന്നാൻ കർത്താവിന് നെഞ്ചിൽ കിടന്നല്ലേ വളർന്നത് ശരിക്കും. അപ്പം അവന് ആ ഒരു ജ്വരം എപ്പോഴും ഉണ്ടാവും. ഈശോനെ തിരിച്ചറിയാനുള്ള മാർഗം ഈശോയോടുള്ള സ്നേഹജ്വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ അദൃശ്യനായി കൂടെയുള്ളപ്പോഴാണ് യോഹന്നാനെ പോലെ തിരിച്ചറിയാനുള്ള ദൈവസ്നേഹത്താൽ ആത്മീയ ജാഗ്രതയാൽ ശരണത്താൽ അഭിഷേകം ചെയ്യണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കർത്താവ് കടന്നു പോകാൻ ഭാവിക്കും. അതാണ് അവർക്ക് സംഭവിച്ചത്. എമ്മാവുസിലേക്ക് പോകുന്ന വഴികളിൽ നേരം വൈകുമ്പോഴേ കർത്താവ് കടന്നു പോകാൻ ഭാവിക്കും. ഇരുളായ്മയിലാണ് എപ്പോഴും കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നതും ചിലർ തിരിച്ചറിയണതും. ഇരുളായ്മയായിരുന്നു. വെളുപ്പാകുന്ന കാലത്താണ് കർത്താവ് തിബേരിയസ് തീരത്തേക്ക് വരുന്നത്. അത് വെളുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പത്രോസ് ആ മയങ്ങിയ സമയത്ത് തിരിച്ചറിഞ്ഞില്ല. മയങ്ങിയ സമയത്തും യോഹന്നാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും ഒരു മയങ്ങിയ സമയമാണ്. ഇരുളാകാൻ പോവുകയാണ്. മറ്റത് വെളുപ്പാകാൻ പോവുകയായിരുന്നു. ഇപ്പോൾ രാത്രിയാകാൻ പോവുകയാണ്. ഇപ്പോൾ രാത്രി നേരം വൈകുന്നു. അപ്പോഴേ അവരെ കടന്നു പോകാൻ ഭാവിച്ചു. നമ്മൾ 24-28 വായിക്കും. കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവ് ഒരു ഭാവമാണ് ശരിക്കും. ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ടല്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഈശോ ഇങ്ങനെ പറ്റിക്കുന്ന ആളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം അളക്കാൻ വേണ്ടി. നമുക്കറിയാമല്ലോ, ഈ കടന്നു പോകാൻ ഭാവിക്കണ എന്തുകൊണ്ടാണ്? നമ്മൾ തിരികെ വിളിക്കാൻ, നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ തിരികെ വിളിക്കും, വിശ്വാസം ഉണ്ടെങ്കിൽ തിരികെ വിളിക്കും, കർത്താവിൻ്റെ അടുപ്പം ഉണ്ടെങ്കിൽ തിരികെ വിളിക്കും. നമുക്ക് കർത്താവിനെ ഫീൽ ചെയ്യാത്തൊരു സമയമാണ്. അങ്ങനെ കർത്താവിനെ ഫീൽ ചെയ്യാത്ത സമയമാണെങ്കിലും അങ്ങനെ ഉണ്ടാകാം. അപ്പോഴും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവിനെ വിളിക്കും, പ്രാർത്ഥിക്കുക. കർത്താവേ, ഏത് മയങ്ങിയ സമയത്ത്, വിവേചിക്കാൻ പറ്റാത്ത സമയത്ത്, അങ്ങേ അനുഭവപ്പെടാൻ ഇടവരാത്ത സമയത്ത് കർത്താവേ അങ്ങേ വിളിക്കുവാൻ, ജീവിതത്തിലേക്ക് വിളിക്കുവാൻ വിശ്വാസം നൽകണമേ. അഭിഷേകം ചെയ്യണമേ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഇങ്ങനെ തങ്ങളെ ശിഷ്യന്മാരെ കടന്നു പോകാൻ ഭാവിക്കുന്ന ഈശോയെ മർക്കോസിൻ്റെ സുവിശേഷവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ശിഷ്യന്മാരെ ആപത്ഘട്ടങ്ങളിലും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു, കടന്നു പോകാൻ ഭാവിക്കുന്നു. നമ്മൾ മർക്കോസിൻ്റെ 6:48 6-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ കർത്താവ് രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിൻ്റെ മീതെ വരികയാണ്.
അപ്പോഴാ ഒരു ടൈം മനസ്സിലാക്കണം, ഇരുട്ടാണ്, എപ്പോഴും കടന്നു പോകാൻ ഭാവിക്കുന്ന സമയം പശ്ചാത്തലത്തിലാണ് കർത്താവ് നിന്നെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ആഗ്രഹിക്കണത്. അപ്പം കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അതെന്താണ്? അത് ഭാവിക്കണം എന്നാണ് ഈശോ വചനം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കടന്നു പോകത്തില്ല, അത് കർത്താവിൻ്റെ ഒരു ഭാവമാണ്. പക്ഷേ വിശ്വാസമുള്ളവൻ, സ്നേഹമുള്ളവൻ അത് തിരിച്ചറിയും. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ ക്ലേശങ്ങളുടെ കാലങ്ങളിലെ ജീവിതത്തിൽ പ്രകാശം കുറഞ്ഞിരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ തിരക്കണില്ല, അന്വേഷിക്കണില്ല. കർത്താവേ, അവ ഗണിച്ചുകൊണ്ട് കടന്നു പോകുന്നുവെന്നുള്ള ധാരണയുള്ള എല്ലാ മനുഷ്യരും കർത്താവേ, കർത്താവിന്റെ പരീക്ഷണത്തെയും സ്നേഹത്തെ അളക്കുന്ന അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലെ ഉള്ളവരാകുവാൻ ആത്മാർത്ഥമായ ആധ്യാത്മിക ജീവിതത്താൽ കർത്താവിന്റെ ഉത്തരം നൽകുവാൻ, കർത്താവിനെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, ഇങ്ങനെ കർത്താവ് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ കർത്താവിനെ തിരികെ വിളിക്കുമോ, പ്രാർത്ഥനാ ജീവിതം ഊർജ്ജസ്വലമാക്കുമോ, ആധ്യാത്മിക സാക്ഷ്യ ജീവിതം ഊർജ്ജസ്വലമാക്കുമോ? ഇതെല്ലാം ഒരു ടെസ്റ്റാണ്. എപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ ടെസ്റ്റുണ്ട്. എബ്രാഹത്തിൻ്റെ കാലം മുതലേ ടെസ്റ്റാണ്. സ്വന്തം പുത്രനെ യേശുക്രിസ്തു ലോകത്തിലേക്ക് അയച്ചിട്ടും പിതാവായ ദൈവം ടെസ്റ്റിൽ നിന്ന് കർത്താവിനെ ഒഴിവാക്കിയില്ല എന്നുള്ളതാണ് മരുഭൂമിയിലെ പരീക്ഷ വരെ നമ്മളോട് പറയുന്ന പാഠങ്ങൾ. അപ്പോൾ ടെസ്റ്റുണ്ട്. അപ്പം അത് എപ്പോഴും പ്രതീക്ഷിക്കാം. അത് രോഗമായിട്ടും ക്ലേശമായിട്ടും കടങ്ങളായിട്ടും അവിചാരിതമായ ദുഃഖാനുഭവങ്ങളായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അമ്മയുടെ മധ്യസ്ഥമൊക്കെ യാചിക്കുന്നതിൻ്റെ കാരണം. നമ്മൾ എവിടെയെങ്കിലും നമുക്കൊരു കൈപ്പിശക് വന്നാൽ അമ്മ മക്കളെ സഹായിച്ചുകൊണ്ട് നമ്മളെ ട്രാക്കിൽ നിർത്തും. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പരീക്ഷണ കാലങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ സന്ദേശങ്ങളും പരിപാലനയും ആധ്യാത്മിക പരിചരണവും നൽകിക്കൊണ്ട് ദൈവ തിരുസന്നിധിയിൽ എങ്ങനെയാണോ പരിശുദ്ധമ്മേ നീ നിന്നത്, നീ വളർന്നത്, അതുപോലെ വിവേചനത്തോടെ, വിശുദ്ധിയോടെ, ആത്മാർത്ഥതയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പാടിയും പ്രാർത്ഥിച്ചും സന്തോഷിച്ചും ഇങ്ങനെ ആരാധിക്കുമ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യണമെന്നറിയാവോ? നിങ്ങളും ദൈവസ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. നിങ്ങളും സന്തോഷം അനുഭവിച്ചതിൻ്റെ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഒക്കെ പങ്കുവെച്ച് കർത്താവ് നിങ്ങളെ തിരിച്ചറിയാനും ദൈവം നിങ്ങളെ തിരിച്ചറിയാനും അങ്ങനെ ആരാധനയിൽ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആരാധനയിൽ സ്തുതിക്കുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ കൂടെ വളരെ സജീവമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ആരാധനയുടെ അരൂപിക്ക് കർത്താവേ ഞങ്ങളിലെ ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നൽകണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പിന്നെ കർത്താവ് കടന്നു പോകുമ്പോഴേ, അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇത് സംഭവിക്കുന്നത്. കർത്താവ് കടന്നു പോണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ചില കാലങ്ങളുണ്ടാവത്തില്ലേ, അത് കർത്താവ് കടന്നു പോകാൻ ഭാവിക്കുന്ന കാലമാണ്. യു ഡോണ്ട് ഈവൻ ഫീൽ ടു പ്രേ, അങ്ങനെ ഒരു സമയം ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ഒരു സമയമില്ലേ, അത് അപകട സമയമാണ്. കർത്താവ് കടന്നു പോകാൻ ഭാവിക്കുകയാണ്. ഭാവിക്കുന്നു, അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അങ്ങനെ പറയണതാണ്. അപ്പം ഇങ്ങനെ ഭാവിക്കണ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത സമയം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത സമയമാണ് കർത്താവ് കടന്നു പോകാൻ ഭാവിക്കുന്ന സമയം. ഈ ഭാവിക്കുന്ന സമയത്ത് നിങ്ങൾ ഉടനെ ചാടിക്കയറി ഉടനെ ദൈവം എന്നെ ഉപേക്ഷിച്ചു, ചില പറയും എൻ്റെ പൂർവികരുടെ ദോഷമാണ്, അങ്ങനെ കുറേ മണ്ണാങ്കട്ട കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും, ഒരു കഥയുമില്ലാതെ.
കത്തോലിക്കിന് ആ വിഷയം അല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കത്തോലിക്കിൻ്റെ ജ്ഞാനസ്ഥാനത്തോടുകൂടി എല്ലാ പരിപാടികളും അവസാനിക്കുകയല്ലേ, ബോധം വേണ്ടേ? അതൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ പലതും പറഞ്ഞു നടക്കുക. വി ഡോണ്ട് മൈൻഡ് ഇറ്റ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് കർത്താവ് കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ, അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നണില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, നമുക്ക് അങ്ങനെയുള്ള സമയമാണ് ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന ഒരു ടൈം എന്ന് പറയണത്. ഈ സമയത്ത് ചാടിക്കേറി കർത്താവിനെ ഉപേക്ഷിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത്, മണ്ടത്തരാണത്. കർത്താവിനെ അളക്കരുത്. അളന്നുള്ള അവസ്ഥ അറിയാമല്ലോ. കർത്താവിന് സ്നേഹമില്ല, കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഒരു തീരുമാനം എടുക്കരുത്. വിധിക്കരുത് പറയുമ്പോൾ, കർത്താവ് വിധിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കണ കാര്യം മാത്രമല്ല, ഇങ്ങനെയുള്ള 0 പോയിൻറ്റിൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തെയും വിധിക്കും. എന്താണ് വിധിക്കുന്നത്? ഇപ്പോൾ 7:2 മത്തായിയുടെ സുവിശേഷം 7:2 എന്താണ്? വിധിക്കരുത്. കാര്യം എന്താണ്? നിങ്ങളും വിധിക്കപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം കർത്താവ് കടന്നു പോയാൽ ഭാവിക്കുമ്പോൾ ഉടനെ ദൈവം നമ്മളെ ഉപേക്ഷിച്ചു, ദൈവത്തെ നമുക്ക് വേണ്ട, പിന്നെ അതിനകത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പം തന്നെ എങ്ങനെയല്ലേ, ഇത്രയും ഇപ്പോൾ കൊറോണ അല്ലേ, കഷ്ടപ്പാടല്ലേ, ജോലി പോയല്ല, വീടില്ലല്ലോ, ശമ്പളം കിട്ടണില്ലല്ലോ, എന്നാൽ ഇതിനൊക്കെ വേണ്ടി മാത്രം പ്രാർത്ഥിച്ച ആൾക്കാരില്ലേ? അതാണ് പ്രശ്നം. അവർക്കാണ് ഈ കടന്നു പോകാൻ ഭാവിക്കണത്. ഈ വീട്, ജോലി, വിവാഹം, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാത്രം പ്രാർത്ഥിച്ച ആൾക്കാരല്ലേ, അവർക്കാണ് ഈ കടന്നു പോകാൻ. നമുക്കറിയാമല്ലോ 1 Corinthians 15:19 എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞേ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. 1 Corinthians 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. പ്രിയപ്പെട്ടവരെ, അവർക്കാണ് കടന്നു പോകാൻ ഭാവിക്കണ കാര്യം. അവരെ പ്രത്യാശ അർപ്പിച്ചത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ജീവിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ആരെയാ? ഇപ്പം എപ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മൾ ലുക്കായുടെ സുവിശേഷമില്ലേ 6:38. ലുക്ക 6:38 ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ ചിലപ്പോൾ അളക്കും. അതാണ് ഈ കടന്നു പോകാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കാത്ത, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത കാലങ്ങളിൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒന്നെങ്കിൽ ദൈവത്തെ അളക്കും അല്ലെങ്കിൽ ദൈവത്തെ വിധിക്കും. ഇത് മനുഷ്യൻ്റെ കാര്യമാണ് ഈശോ പറഞ്ഞെങ്കിലും ആധ്യാത്മിക ജീവിതത്തിൽ ഇത് സത്യമാണ്. അപ്പം ദൈവത്തിന് നമ്മളോട് താല്പര്യമില്ല. ഇത് ശാപം പിടിച്ച കുടുംബമാണ്. ഇപ്പോൾ ചില വന്നിട്ട് ഈ കുടുംബത്തിൽ കെട്ടി വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് എൻ്റെ ജീവിതം പോയെന്ന്. ശാപം പിടിച്ച കുടുംബം, ഇങ്ങനെയൊക്കെ ഒന്നും കുടുംബത്തെ ശാപം പിടിച്ച കുടുംബമാണ്, വ്യക്തികളെ ശാപം പിടിച്ച മനുഷ്യരാണ്, നീ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യനെ വിധിക്കണതും ദൈവത്തിൻ്റെ വചനത്തിനെതിരായതുകൊണ്ട് ദൈവത്തെ വിധിക്കണ പോലെ വരും. അപ്പോൾ ദൈവം എന്നെ അവഗണിച്ചു, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്നൊക്കെ ചാടിക്കയറി ഈ ഭാവിക്കണ സമയത്ത്, കടന്നു പോകാൻ ഭാവിക്കണ സമയത്ത് ക്രിസ്ത്യാനി കയറി ഒരു തീരുമാനം എടുക്കരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാൻ നിന്നെ പെട്ടെന്നുണ്ടാകുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥ വന്നാൽ ഉടനെ നിന്റെ സ്നേഹത്തെ സംശയിച്ചാൽ, കർത്താവേ, വിധിച്ചാൽ, നിന്നെ അളന്നാൽ, കർത്താവേ, എന്നോട് പൊറുക്കണമേ. സമയങ്ങളെ വിവേചിക്കാൻ ആവശ്യമായ ദിനത്തിന്റെ ആത്മാവാൽ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ടെസ്റ്റിംഗ് ടൈമാണ്. ശരിക്കും കർത്താവ് കടന്നു പോകാൻ ഭാവിക്കുന്ന സമയം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്ന കാലം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്ന കാലം ഇപ്പം തന്നെ നോക്കിയേ, ഈ ടെസ്റ്റിംഗ് ടൈമിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അവനാണ് ദൈവ പൈതൽ. ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ കേൾക്കണം. ഇത് പരീക്ഷണകാലത്തിൽ എങ്ങനെ നമ്മൾ ഇപ്പം തന്നെ പരീക്ഷണകാലമല്ലേ, ഇപ്പോൾ പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞു, ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കുർബാന കൂടിയാൽ മതി എന്ന് പറഞ്ഞു. സഭയിലെല്ലാം അത് കാരണം ഓൺലൈനാണ് കുർബാന വെച്ചിരിക്കുന്നത്.
ഈ കുർബാനയുടെ സമയം ഇപ്പം ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ സ്വാഭാവികമായിട്ടും ദൈവത്തോട് ആത്മാർത്ഥം അടുപ്പമുള്ളവൻ എങ്ങനെയെങ്കിലും പഴയ ഞായറാഴ്ച പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലും നോക്ക്, ഏത് പള്ളിയിലാണ്, ഏത് ധ്യാനകേന്ദ്രത്തിലാണ് ഓൺലൈൻ കുർബാന ഉള്ളതെന്ന് നോക്കും. എന്നിട്ട് എന്തിനാണ് പഴയതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പോണ പോലെ ഡ്രസ്സ് ചെയ്ത് TV ഓൺ ചെയ്ത് അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്ത് നമ്മൾ മുറി അടച്ചിട്ട് പത്തിയോടെ കുർബാന കാണാം. ഇത് ടെസ്റ്റിംഗ് ടൈമാണ്. ഇത് കുറേ ആൾക്കാർ ഇതിനകത്ത് വീണ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പള്ളി അടച്ചിട്ടിരിക്കല്ലേ, ഇനിയിപ്പോൾ ഈ പള്ളിയൊക്കെ തുറക്കുമ്പോൾ വരട്ടെ, ആ സമയത്ത് കാണാം, ഇതാരും നമ്മളാരും ഉണ്ടാക്കിയതല്ലേ, ദൈവം തന്നെ ഉണ്ടാക്കിയതല്ലേ എന്ന് ദൈവത്തിനെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് വിലപേശ ക്രിസ്ത്യാനിക്കെല്ലാം പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ രീതി പറയുകയല്ല, പക്ഷെ നിങ്ങൾ പിടികൊടുത്തു പോയി. കാര്യം ഇതൊരു ടെസ്റ്റിംഗ് ടൈമാണെന്ന്. കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ നമുക്ക് ദേവാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഈ നിരോധനാജ്ഞയും ഉപരോധവും ദേവാലയം അടക്കലും ദേവാലയം കാണാൻ പറ്റാത്തതും ഒന്നും പുതിയ കാര്യങ്ങളല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കിയിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ഡയറിയസിൻ്റെ നിരോധനാജ്ഞ ഉണ്ട്. ഇപ്പം തന്നെ ഈ ദിവസങ്ങളിൽ പത്രത്തിൽ വായിച്ചില്ല, ആരോഗ്യ പ്രവർത്തകർ ദേവാലയത്തിൽ വിവാഹം നടത്തുന്നത് നിരോധിച്ചെന്ന്. അത് തൽക്കാലത്തൊക്കെ അംഗീകരിക്കും, കുറച്ച് കഴിഞ്ഞാലൊന്നും അംഗീകരിക്കത്തില്ല. കാര്യം എന്താ, അതായത് ഇപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ദേവാലയങ്ങൾ തുറക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാധനയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണ്. മൗലിക അവകാശത്തെ ഒരു ഡയറിയസിനും ഒന്നും നിരോധിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളെ ജനങ്ങളുടെ ആരോഗ്യത്തെ മാനിച്ചുകൊണ്ടാണ് സഭ ദേവാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ചില ആരോഗ്യ പ്രവർത്തകർ ഒരു 3, 4, 5 ഒക്കെ ആൾക്കാർ ഒരു അടിയന്തരം നടത്തുന്നത് തടഞ്ഞു. സഭ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഞാനും ഒന്നും പറയുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ നമ്മളൊരു അലാം കണ്ടീഷനാണ്. പക്ഷേ ഈ നിരോധനാജ്ഞത കൊണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടായാൽ ദേവാലയത്തിൽ ഇടിച്ചു തല്ലി കയറി പ്രാർത്ഥിക്കണമെന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ പിതാക്കന്മാരെന്താണ് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ ആത്മാർത്ഥത പരിശോധിക്കണത്. ഇപ്പോൾ ദേവാലയത്തിൽ നമുക്ക് കയറാൻ പറ്റാത്ത പോലെ തന്നെ നിരോധനാജ്ഞ ഇപ്പോഴുള്ളതല്ല, പണ്ടേ ഉള്ളതാണ്. അതേസമയം തന്നെ നമ്മൾ വിപ്രവാസത്തിൽ പോവുകയും ചെയ്യും. കാര്യം ദേവാലയം കാണാൻ പറ്റാത്ത അവസ്ഥയില്ലേ. പലരും ഇടവക ദേവാലയം കണ്ടിട്ട് എത്ര ദിവസമായി കാണും, പുറത്തോട്ടിറങ്ങാൻ പറ്റണില്ലല്ലോ, ദേവാലയം കാണാൻ പറ്റണില്ല. വിപ്രവാസത്തിലാണ് നമ്മളും പ്രവാസികളാണ്. അല്ല, രാജ്യം വിട്ട് അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ മാത്രമല്ല പ്രവാസികൾ, നമ്മൾ ആത്മീയ പ്രവാസികളാണ്. എന്താണ്, നമുക്ക് കർത്താവിൻ്റെ ആലയം കാണാൻ പറ്റണില്ല. ആത്മീയ പ്രവാസികൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് 6:13 ഇപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 6:13 ആത്മീയ പ്രവാസിയായാണ് ദാനിയേൽ അവിടെ താമസിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൻ്റെ പ്രാർത്ഥന മുടക്കിയില്ല. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കണ്ണി കാണാൻ പറ്റാത്ത വിദൂരത്തായിപ്പോയവൻ, പെർഷ്യയിലായിപ്പോയവൻ. അപ്പോൾ അവന് കർത്താവിൻ്റെ ആലയം കാണാൻ പറ്റണില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്, കർത്താവിൻ്റെ ആലയമുണ്ട്. അവനെന്താ ചെയ്തിരിക്കണം നിങ്ങൾ ചിന്തിച്ചോ? അതായത് അവൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിലെ, ദാനിയേലിൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിലെ ആ ഒരു ജനലെ കർത്താവിൻ്റെ ആലയ വിദൂര പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങ് കടന്നു പോകാൻ ഭാവിക്കുന്ന ഈ കാലഘട്ടങ്ങളിലെ അങ്ങയുടെ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ ആവശ്യമായ ആത്മാഭിഷേകത്താൽ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. പ്രാർത്ഥിക്കാൻ നിരോധാജ്ഞ ഉണ്ടായിരുന്ന കാലത്ത്, കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് വിപ്രവാസിയായി വിദൂരങ്ങൾ കഴിയുന്ന കാലത്ത് ദാനിയേലെ സ്വന്തം ഭവനത്തിൻ്റെ വാതിൽ, ദാനിയേൽ 6:10 ഈ വചനമുള്ളത്. സ്വന്തം ഭവനത്തിൻ്റെ വാതിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ദർശനമായി തുറന്നിട്ടവൻ. ദൈവത്തിലെ നിൻ്റെ ആത്മാവിൻ്റെ വാതിൽ ഇന്ന് മുതൽ
കർത്താവിൻ്റെ ആലയത്തിലേക്ക് ദിവ്യകൃപാൻ എഴുന്നള്ളിരിക്കുന്നതിൻ്റെ ഇടവക ദേവാലയത്തേക്ക് നമുക്ക് തുറന്നിടണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചില സമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കടന്നു പോകാൻ ഭാവിച്ചു എന്നുള്ളതല്ലേ നമ്മുടെ ധ്യാന വിഷയം. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ താമസിക്കുന്നു, പ്രാർത്ഥിക്കാൻ പോലെയുള്ള നമുക്ക് ആഗ്രഹമില്ല, അങ്ങനെയുള്ളൊരവസ്ഥ വരും. ഇതുപോലെയുള്ള ഒരു ആധ്യാത്മിക ശൈത്യത്തിൻ്റെ 0 പോയിൻറ്റ് വചനം പറയണില്ലേ, നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. ചില സമയത്ത് അങ്ങനെ സംഭവിക്കും. കർത്താവ് മനപ്പുറം പറയണം. ഇപ്പം 54:7 ഐസയുടെ വചനങ്ങൾ, നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. അപ്പം കർത്താവിൻ്റെ കയ്യിരിപ്പ് ഉണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നെ ചിലപ്പോൾ നിൻ്റെ പ്രാർത്ഥന കേട്ടില്ല, നിൻ്റെ ആവശ്യത്തെ മാനിച്ചില്ല, ഉപേക്ഷിച്ച പോലെ തോന്നും. ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഉള്ളതാണത്. പക്ഷേ കർത്താവിൻ്റെ വചനം കണ്ടില്ലേ, മഹാകാരുണ്യത്തോടെ ഞാൻ നിന്നെ തിരികെ വിളിക്കും. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മളുടെ ചില സമയത്ത് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാലങ്ങളിൽ ദൈവത്തെ വിധിക്കരുത്, ദൈവത്തെ അളക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ വചനത്തിലൂടെ ധ്യാനിച്ചത്. പിന്നെ പ്രാർത്ഥനയ്ക്ക് സംഭവിക്കുന്നൊരു വിഷയം, ചില സമയത്ത് നമ്മളുടെ ആഗ്രഹം നമ്മൾ വളരെ അക്ഷരാർത്ഥത്തിൽ ആഗ്രഹം അതുപോലെ നടക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. നമ്മുടെ ലക്ഷ്യം കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് ചില സമയത്ത് കർത്താവിൻ്റെ ഒരു ആബ്സൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ വരുന്നൊരു സമയം. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ഈ കാര്യത്തിൽ വളരെ മിടുക്കായിട്ട് ഈ സിറ്റുവേഷൻ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ 6:21 അതായത് അതും ഇതുപോലെ സീനാണ്. അതായത് കർത്താവ് കടലിൻ്റെ മീതെ വരുന്നു. കടലും കാറ്റും കോളും ഒക്കെ എല്ലാം ജീവിത പ്രശ്നങ്ങളുടെ പ്രതീകങ്ങളാണ്. ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിലാണ് കർത്താവ് വരുന്നത് എപ്പോഴും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ കാറ്റിലും കോളിലും തങ്ങളുടെ വള്ളത്തിൽ കർത്താവിനെ കയറ്റാൻ അവർ ആഗ്രഹിച്ചു എന്നാണ് പറയണത്. അവരാഗ്രഹിച്ചു. പക്ഷേ എന്നാ സംഭവിക്കണത്? നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. അവരാഗ്രഹിച്ചു. എന്താണ് അവർ ആഗ്രഹിച്ചത്? കർത്താവിന് അവരുടെ വള്ളത്തിൽ കയറ്റാണ് ആഗ്രഹിച്ചത്. പക്ഷേ ദൈവം ആഗ്രഹിച്ചത് എന്താ? അവരെ ലക്ഷ്യത്തിലെത്തിക്കാനാണ് ആഗ്രഹിച്ചത്. അവരെ ഉടനെ വള്ളം കരയ്ക്ക് ലക്ഷ്യസ്ഥാനത്ത് അടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞങ്ങളുടെ വള്ളത്തെ കർത്താവ് കയറിയില്ല, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് മണ്ടത്തരവൊന്നും കെട്ടിയിരുന്നു വിളിക്കരുത്. അതായത് നമ്മളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് ഇടപെടലുണ്ടോ? കർത്താവ് നോക്കണേ എന്താണ്? അതായത് നമ്മളെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് മാർക്ക് കുറഞ്ഞു പോയി. ഞാൻ പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചല്ലോ, ഇപ്പോൾ പരീക്ഷക്കാരല്ലേ, പരീക്ഷ വരാൻ പോകുന്നു, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പോൾ അവിടെ വള്ളത്തിൽ കർത്താവിനെ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ ഉടനെ വള്ളം ലക്ഷ്യസ്ഥാനത്തെത്തി. മക്കളെ, നമുക്ക് മാർക്ക് ലഭിക്കണേ എന്തിനു വേണ്ടിയാ? ഉന്നത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ ജീവിതം ജീവിക്കാനുള്ളൊരു വരുമാന മാർഗം. വെദർ ഇറ്റ് ഈസ് ഗിവൺ ഓർ നോട്ട്, അത് മാത്രം നീ ചിന്തിച്ചാൽ മതി. ഒരു പക്ഷേ താൽക്കാലികമായിട്ട് ചില സമയത്ത് മാർക്ക് കുറഞ്ഞു പോകുകയോ, ചില സമയത്ത് നിൻ്റെ പ്രാർത്ഥന നിൻ്റെ വീട് ലഭിക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ നിൻ്റെ രോഗം സുഖപ്പെടാതിരിക്കുകയോ, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷേ നിൻ്റെ ആയുസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം നിൻ്റെ പനി മാറിയില്ല, അല്ലെങ്കിൽ നിൻ്റെ ക്യാൻസർ മാറാൻ സമയമെടുത്തു, പക്ഷേ കർത്താവ് നിൻ്റെ ആയുസ് കൂട്ടിയാലോ? ആരോഗ്യം എന്നല്ലേ പറയണത്. ആരോഗ്യം എന്തിനോട് ബന്ധപ്പെട്ടുള്ളതാണ്? ആയുസ്സിനോട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒരു സൗഖ്യം ആരോഗ്യം കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നെ കർത്താവ് ആയുസ് നിനക്ക് തന്നാലോ? അപ്പോൾ നമ്മൾ കർത്താവിനെ വിധിക്കരുത്, കർത്താവിനെ അപ്പോൾ നമ്മൾ അതിൻ്റെ പേര് അളക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും അതാണ് യോഹന്നാൻ്റെ സുവിശേഷം കണ്ടില്ലേ, 6:21 അവരവനെ കർത്താവിന് അവനെ അവരുടെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു.
പക്ഷേ വള്ളത്തിൽ കർത്താവ് കയറിയില്ല. പക്ഷേ എന്നെ സംഭവിച്ചു? കർത്താവ് വള്ളത്തിൽ കയറിയില്ലെങ്കിലും അവിടെ കാര്യം നടന്നു, അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തി. അതാണ് സംഭവം. അൾട്ടിമേറ്റ് വാട്ട് ഈസ് ഹാപ്പൻ, അതാണ് നീ അത് വിവേചിക്കേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ശിമിശിഹായേ, ആധ്യാത്മിക ജീവിതത്തിനുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി നൽകണമേ. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ആഗ്രഹിക്കുന്ന പോലെ നടക്കത്തില്ലെന്നല്ല അച്ഛൻ പറഞ്ഞത്. ആഗ്രഹിക്കുന്ന പോലെ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളുപരി കർത്താവ് അൾട്ടിമേറ്റായിട്ട് ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്ന പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഷാർപ്പായിട്ട് നടന്നില്ലെങ്കിലും നമ്മൾ ദൈവത്തെ വിധിക്കാൻ നിൽക്കരുത്. കാര്യം നമ്മൾ ആധ്യാത്മികമായിട്ട് പിന്തള്ളപ്പെടും. പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ നടന്നിട്ടുള്ള സുവിശേഷ ഭാഗങ്ങളുണ്ട് ബൈബിളിൽ. അപ്പോഴും നമ്മളെ വിശ്വാസത്തിൻ്റെ ലെവൽ വളരേണ്ടി വരും. കുറേ പരീക്ഷണങ്ങൾ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഒരു സ്ത്രീയോട് കർത്താവ് പറഞ്ഞില്ലേ, മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷമില്ലേ 5:38 15:38 അതായത് മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് സംഭവിക്കട്ടെ. അപ്പോസ്തലന്മാർ വള്ളത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു, പക്ഷേ അവർ ലക്ഷ്യസ്ഥാനത്ത് വള്ളമെടുത്തു. പക്ഷേ കർത്താവ് കാനൻകാരിയോട് പറയണത് നിൻ്റെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ എന്നാണ് പറയണത്. അതെങ്ങനെ പറയാൻ കാരണം എന്താണ്? 15:28 അങ്ങനെ പറയാൻ കാരണം എന്താ? ശരണമെന്ന പുണ്യോടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം വിശ്വാസത്തെക്കാൾ ഉപരി നമ്മുടെ ഒരു പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസമാണെങ്കിലേ, ഇപ്പം നമ്മൾ വിലയുള്ള വിശ്വാസത്തിനാണ് നമ്മൾ ശരണമെന്ന് പറയണത്. വിലയുള്ള വിശ്വാസം ഗ്രേഡാവും. ഇപ്പോൾ 1 പത്രോസിലൊക്കെ നമ്മൾ വായിക്കണില്ലേ, 1 പത്രോസിൽ, അതുപോലെ തന്നെ 1:7 അതായത് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസം. ഇപ്പോൾ കാനൻകാരി ഒരു പരീക്ഷണത്തെ അതിജീവിച്ചതാണ്. എന്താണ്? മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ല, അത് അഗ്നിപരീക്ഷയാണ്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പട്ടിയെന്ന് വിളി കേട്ടിരിക്കുകയാണ്. അതാണ് അഗ്നിപരീക്ഷ. കർത്താവ് ഞാൻ പട്ടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് എങ്കിലും നായ്ക്കുഞ്ഞുങ്ങൾ പോലും യജമാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നാറുണ്ട്. ജീവിച്ച് കർത്താവിനെ നമ്മളുടെ വേദന സമയത്ത് നമുക്ക് അതുപോലെ കടന്നു പോകാൻ ഭാവിക്കുമ്പോഴേ നമ്മളുടെ വിഷയം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം ടേക്കപ്പ് ചെയ്യണില്ലെങ്കിലും നമ്മൾ ദൈവത്തിനു മാറാതെ കാനൻകാരിയെപ്പോൾ നിന്നാൽ സ്വാഭാവികമായിട്ട് അതിന് വിശ്വാസം എന്നല്ല പറയണത്, ശരണമെന്നാണ് പറയണത്. അപ്പോൾ കർത്താവ് പറയും, മകളെ 15:28 വായിച്ചില്ലേ നമ്മളെ, അതായത് മകളെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എൻ്റെ മക്കളെ, പരീക്ഷണഘട്ടങ്ങളെ ശരണം കൊണ്ടാണ് അതിജീവിക്കേണ്ടത്. ഒന്ന് പറഞ്ഞ്, പരീക്ഷണഘട്ടങ്ങളെ ശരണം കൊണ്ടാണ് അതിജീവിക്കേണ്ടത്. അപ്പോഴാണ് വിലയുള്ള വിശ്വാസം ഉണ്ടാവുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ പരീക്ഷണഘട്ടങ്ങളെ ശരണമെന്ന പുണ്യം കൊണ്ട് അതിജീവിച്ചുകൊണ്ട് വിലയുള്ള വിശ്വാസത്താൽ കർത്താവേ നിറക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് തന്ന വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഇപ്പോഴേ കർത്താവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഓൺലൈൻ ഉടമ്പടി ആരംഭിച്ചിട്ട് 3 ദിവസങ്ങളായി. മെയ് 1-ാം തീയതിയാണ് ആരംഭിച്ചത്. ഒത്തിരിയേറെ മക്കൾ എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിലേക്ക് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് ഇതിനകം
32,500 പേര് ഉടമ്പടി ചെയ്തു. അവരെല്ലാം ഈ സമയത്ത് അച്ഛൻ അവർക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോഴീ ആരാധനയിൽ അവരുടെ ജീവിത ആവശ്യങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിച്ച് അതുപോലെ കൃപാസന ഉടമ്പടി എടുത്തുകൊണ്ട് പോയിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അവരെല്ലാം ഈ നിമിഷം അച്ഛൻ ഓർക്കുകയാണ്. ആരെങ്കിലും ഉടമ്പടി മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ആ കൃപയിലും അനുഗ്രഹത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടി. കൃപാസനം മരിയൻ ഷ്രൈനിൽ പ്രവേശിച്ചാൽ, ആ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഉടനെ ഉടമ്പടി ചെയ്യാം. അപ്പോഴേ കൃപാസനം നടക്കുന്ന മുഴുവൻ ഇതുപോലുള്ള ആരാധനകളെല്ലാം നിങ്ങൾക്ക് എൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി പരിശുദ്ധ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമുക്ക് ഓൺലൈൻ ഉടമ്പടിയെയും അതുപോലെ തന്നെ കൃപാസനത്തെ ഉടമ്പടി എടുത്തു പോയവരെയും ഇപ്പോഴീ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കൃപാസനത്തിലെ അമ്മയുടെ ഈ മാസത്തിൽ 1-ാം തീയതി മുതൽ മാതാവിൻ്റെ വണക്കം ആരംഭിച്ചു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഇവിടെ 10,000 പേര് വന്ന് വണക്കം കൂടുമായിരുന്നു. അപ്പോഴേ ഒത്തിരി പേര് ഞങ്ങളോട് സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് ഇത്തിരി അകലെയില്ല അച്ഛാ, വേറെ ജില്ലകളിലാണ്, ഞങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ വണക്കം കൂടാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഓർക്കും എന്ത് ചെയ്യും, ഞങ്ങൾക്ക് മറുപടി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് മറുപടിയുണ്ട്. എന്താ കാര്യം? എല്ലാ ദിവസവും ലൈവായാണ് വണക്കം. കറക്റ്റ് 5 മണിക്ക് തുടങ്ങും, ജപമാലയോട് തുടങ്ങും. ജപമാലയിൽ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ സമർപ്പിക്കാൻ പറ്റും. പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുത്തു പോയവരും, ഇവിടെ വന്ന് തീർത്ഥാടനം ബലിഗിരി ഉടമ്പടി എടുത്തില്ലേ, അങ്ങനെ എടുത്തു പോയവർക്കും എല്ലാം വണക്കം. ഈ 31 ദിവസവുമാണ് ഇവിടെ ആരാധന. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ജപമാലയും സാന്ദ്രമായ ജപമാല, ഭക്തിനിർഭരമായ ജപമാലയും അതുപോലെ തന്നെ അതിനുശേഷം വണക്കം വായനയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് വണക്കം വായിക്കുന്നതും ജപമാല ചെല്ലണതും. പിന്നെ വചനം പങ്കുവെക്കുന്നത് നമ്മുടെ പ്രദേശത്ത് പങ്കുവെക്കും, പിന്നെ സിസ്റ്റേഴ്സ് പങ്കുവെക്കും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഈ വണക്കം വായന, അത് ശരിക്കും പറഞ്ഞാൽ വണക്കം വായനയല്ല, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഞങ്ങൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ലൈവായിട്ട് നിങ്ങളെ കാണിക്കും. ആ സമയത്ത് ചരിത്ര സംഭവങ്ങളെല്ലാം കാണിക്കും, സുഹൃത ജപം എല്ലാം എഴുതി കാണിക്കും. അത് അതായത് അത് മരിയൻ ധ്യാനമാണ്, ഇഗ്നേഷ്യൻ രീതിയിലുള്ള പഴയ മരിയൻ ധ്യാനമാണ്, പണ്ടത്തെ മരിയൻ ധ്യാനമാണ്. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഗാർഹിക സഭയ്ക്ക് ഇവിടെ ധ്യാനമുണ്ടായിരുന്നു. അത് അമൂല്യമായൊരു നിധിയാണ്, ആധ്യാത്മിക പാരമ്പര്യം. അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനാണ് കൃപാസനം ഇപ്പോൾ തത്സമയം നിങ്ങൾക്ക് 5 മണിക്ക് നിങ്ങൾ വണക്കത്തിന് വേണ്ടി ജപമാലയിലേക്ക് വരണം. ബാക്കി വണക്കം വായനയും പിന്നെ ബാക്കിയുള്ള ദിഞ്ഞുകളെല്ലാം സന്ദേശവും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ ദിവസവും നടക്കുന്ന മാതാവിന്റെ വൈകുന്നേരം 5 മണിക്കുള്ള ജപമാലയും വണക്കം വായനയും ദൈവവചന സന്ദേശവും അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധമ്മേ മാതാവേ ആരാധനയെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരുണയാ ഈ മാസത്തിലെ സന്തോഷവും ഓരോ കുടുംബങ്ങളും മക്കളെ, ഈ വണക്കത്തിൽ തന്നെ മാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയിലും വൈകുന്നേരം നടക്കുന്ന വണക്കമാസ പ്രാർത്ഥന ജപമാലയിലും നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്താൽ മതി. വളരെ സിമ്പിളാണ്. www.കൃപാസനം-marian-shrine.com ആ വെബ്സൈറ്റിൽ കയറിയ ഓൺലൈൻ ഉടമ്പടി മരിയൻ കവനൻ്റ് എന്ന് കാണും. അത് മലയാളത്തിലുണ്ട് വെബ്സൈറ്റിൽ. അപ്പോൾ അത് പണ്ടത്തെ പോലെ അല്ല, ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും ഉണ്ട്. അപ്പോൾ ഈസിയായിട്ട് എല്ലാവർക്കും അതിൽ പ്രവേശിക്കാൻ കഴിയണമെന്ന രീതിയിലാണ് ഞങ്ങൾ അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഇതുപോലെ
നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങളുടെ ആവശ്യങ്ങൾ, ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, അച്ഛാ ലൈറ്റ് ക്യാൻഡിൽ ഇല്ലേ എന്ന് ചോദിച്ചു. ലൈറ്റ് ക്യാൻഡിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡഡ് വെർഷൻസ് വരും. പക്ഷേ അതുവരെ നമുക്കുള്ളത് ഓൺലൈൻ ഉടമ്പടിയാണ്. അതിനേക്കാൾ ഒരു പക്ഷേ ശക്തമായ ആധ്യാത്മിക പരിചരണങ്ങൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു പ്രാർത്ഥനയാണ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യണ പോലെയുള്ള പ്രാർത്ഥനയാണത്. അതുകൊണ്ട് ആ മേഖലയിലെല്ലാം ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് പ്രാർത്ഥന. അപ്പോൾ അതെല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടും അതിനെ എഴുതിയെടുത്തിട്ടുമാണ് വൈകുന്നേരം ജപമാലയെ കൊണ്ടുവന്ന് അത് സമർപ്പിക്കുന്നത്. ആ മേഖലയിലുള്ള എല്ലാ കർത്താവേ ഫോൺ വഴിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും ഓൺലൈൻ ഉടമ്പടി വഴി ആരെല്ലാം ഇവിടുന്നെല്ലാം കർത്താവേ കണ്ണീരോടെ തിരുസന്നിധിയിലെ യാചന ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഈ നിമിഷം ഈ ആരാധനയിൽ വേഗം അവരങ്ങയുടെ സാക്ഷ്യം അനുഭവിക്കുവാൻ സാക്ഷികളാക്കി മാറ്റണമേ. രാജ്യങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്നവരെ നമ്മളുടെ ഉറക്കം ശരിക്കും കെടുത്തുന്നുണ്ട്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ഇപ്പം പ്രസവിക്കാൻ തന്നെ അന്യരാജ്യങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ളതുണ്ട്. കാര്യം ഇന്നലെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ വേദനയും കരച്ചിലും നമ്മൾ കണ്ടു. അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. പലപ്പോഴും അവിടെ ഭക്ഷണത്തിന് പ്രയാസമുള്ളവരോട് വരെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം ഈ പ്രവാസികളായി കഴിയുന്ന അനേകം മക്കളുടെ കാര്യത്തിന് എത്രയും വേഗം സുരക്ഷിതമായ ഒരു അനുഭവം അവർക്ക് കിട്ടാനും അവരുടെ കാര്യത്തിൽ രാജ്യങ്ങൾ കൃത്യമായ തീരുമാനം എടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവനും സ്വത്തും സുരക്ഷിതമാക്കാനും അവരുടെ ഉറ്റവരെയും ഉടയവരെയും കൂടി ഐക്യപ്പെടുത്താനും ഒരു തീരുമാനമെടുത്തുന്ന എത്രയും വേഗം തീരുമാനം എടുക്കുന്നുണ്ട്. പക്ഷേ നടപ്പിൽ വരുത്താനുള്ള കാലതാമസം എത്രയും വേഗം മാറാനും സ്വസ്ഥതയും സമാധാനവും നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തകർന്ന കുടുംബങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. അത് പ്രാർത്ഥിക്കുക മാത്രം കിട്ടിയ സന്ദേശമല്ല. ശരിക്കും നമ്മൾ ഫേസ്ബുക്ക് ഈ ഓൺലൈൻ ലൈവായിട്ട് നമ്മൾ ആരാധന നടത്തുകയില്ലേ, അതിനുശേഷം ഞാനത് മുറിയിൽ പോയിരുന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ പരിശോധിക്കും. അപ്പോൾ എമർജൻസി എല്ലാം അപ്പം ലൈക്ക് ചെയ്ത് അപ്പം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കുടുംബങ്ങൾ ഇങ്ങനെ ഈ നിശബ്ദ കാലത്തും തകർന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം മിണ്ടണില്ല, ഭാര്യാഭർത്താക്കന്മാർ അകന്നു താമസിക്കുന്നു, ഡൈവേഴ്സ് ആകുന്നു. ഇപ്പം ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, മക്കൾ ഒറ്റപ്പെടുന്നു. ഇങ്ങനെ പല തകർച്ച ബാധിച്ച കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, ഈശോയെ, തകർച്ച ബാധിച്ച കുടുംബങ്ങള്, ഭാര്യ ഭർത്താക്കന്മാര് അകന്ന് താമസിക്കുന്നവര്, കർത്താവേ അവരുടെ മക്കള് വിശ്വാസത്തില് വളരാത്തവര്, പ്രാർത്ഥനയില് ജാഗ്രത ഇല്ലാത്തവര്, കുടുംബത്തിന്റെ ഐക്യം പോയവര്, കർത്താവിന്റെ കരുണ ഈ ആരാധനയിലെ തകർന്ന കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണയാൽ അവരെ ഐക്യപ്പെട്ടുകൊണ്ട് സാന്ത്വനത അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ഒരു പോസ്റ്റ്, കറണ്ട് ചാർജ് അടക്കാൻ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞേക്കും. അപ്പം ഞാൻ എൻ്റെ കമൻറ്റ് വായിച്ച് നോക്കിയായിരുന്നു, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ പലരും എഴുതിയിരിക്കുന്നത് കറണ്ട് ചാർജ് അടക്കാനൊക്കെ കഴിയും, പക്ഷേ എവിടെ നിന്ന് എടുത്ത് തരാനാണെന്ന്. ഇതാണ് ജനങ്ങളുടെ ഒരു അവസ്ഥ. കറണ്ട് ചാർജ് അടക്കാൻ കഴിയും, എത്ര ഒരാളൊന്നുമല്ല, അതായത് അവിടെ വരും കിട്ടണ്ടേ, എവിടെ നിന്ന് എടുത്ത് തരാനാണ്.
അപ്പോൾ സർക്കാരിൻ്റെ പക്ഷത്തുനിന്നും അതുപോലെ തന്നെ ജനങ്ങൾക്കും അത് കിട്ടാനുള്ള മാർഗവും ഉണ്ടാകണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജനങ്ങളുടെ സാമ്പത്തിക മേഖല, അധ്വാന മേഖല, തൊഴിൽപരമായ മേഖല പഴയ രീതിയിലേക്ക് എത്രയും വേഗം തിരിച്ചു വരുവാൻ ഇടയാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങൾ ഒരാൾ എനിക്ക് വോയിസ് മെസ്സേജ് തന്ന്, അച്ഛൻ ഇത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അച്ഛൻ പറഞ്ഞ ആൾക്കാർ പേടിക്കുമോ എന്നും അറിയത്തില്ല. അങ്ങനെ കുറേ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ടാണ്, വലിയ കർത്താവിൻ്റെ പ്രവർത്തകനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു, അച്ഛാ എല്ലാവരും പറയുന്നല്ലോ പ്രളയത്തെക്കുറിച്ച്, ഇനിയും നമുക്ക് താങ്ങാൻ പറ്റുമോ? ഞാനെപ്പോഴും നമ്മുടെ സർക്കാർ അധികാരികളെ അവർ ജനങ്ങളുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കിതുപോലെ ഓരോ സമയത്ത് ഇങ്ങനെ ഒരു കൺട്രോൾ റൂം തുറന്നുകൊണ്ട് കൺട്രോൾ റൂം ആയിട്ടുള്ള ഒരു ഭരണമായിട്ട് പോകാൻ പറ്റുമോ? അവർക്കും വിഷമമുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ പൊതുസമൂഹം ഇനി ഒരു ദുരന്തം അനുഭവിക്കാൻ താങ്ങുള്ള കഴിവുള്ളവരല്ല. ഇതുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ അതല്ല, നിങ്ങളും ഇതൊരു സീരിയസ് ആയിട്ട് വിഷയമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം അതുകൊണ്ട് പ്രളയം ഇനി വരരുത്. ശരിക്കും പലരും അങ്ങനെ വരുമെന്നൊക്കെയാണ് പറയണത്. കാലാവസ്ഥ നിരീക്ഷകരും പറയേണ്ടവരുണ്ട്. പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. നമ്മൾ അത്രയും തകർന്നിരിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികളും ഏതാണ്ട് ഒരുവിധം എങ്ങനെയെങ്കിലും ഒന്നൊക്കെ അവസാനിച്ചാൽ മതി, വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യണത്. അവിടെ ആത്മാർത്ഥതയെ മാനിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ അതേസമയം തന്നെ ഇനി ഒരു പ്രളയം പോലെ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാൻ നമുക്കാവതില്ല. അത് കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ പറയണം. അത് ഈ രാജ്യത്ത് നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഇനി ഒരു ദുരന്തമോ ദുരിതമോ അനുഭവിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഞങ്ങളെ കെട്ടുപോകുന്ന കർത്താവേ, എല്ലാ മേഖലകളിലും പ്രളയം പോലുള്ള ആ ദുരിതങ്ങളിൽ സംരക്ഷണവും നൽകണമേ. വഴിയിൽ നിന്നാൽ കൂടണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല മുട്ട് നിൽക്കാൻ. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഈശോയ്ക്ക് മനസ്സിലാകണ്ടേ നമ്മൾ ആത്മാർത്ഥതയുള്ള വിശ്വാസികളാണെന്ന്. നിങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഈ ആരാധന എന്താണ് നിയോഗം വെച്ചിരിക്കുന്നത്, പരിശുദ്ധ അമ്മ വഴി അത് ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ആ വിഷയം ഇപ്പോഴും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കുക. നേരത്തെ തീർത്ഥാടനം ഉടമ്പടി ചെയ്തില്ലേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് കൃപാസനത്തിൽ ഏറ്റ് വന്നിട്ട് ഇവിടെ ഉടമ്പടി ചെയ്ത് പോയ ആൾക്കാരുണ്ട്. അവരും ഈ സമയത്ത് അവിടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എത്രയും വേഗം കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു ഓൺലൈൻ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ എത്രയും വേഗം നിങ്ങൾ എഴുതി ഇമെയിൽ ചെയ്ത് കൃപാസനത്തിൽ എത്തിക്കേണ്ടതാണ്. ഞങ്ങളത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. സമാപനാശീർവാദത്തിൻ്റെ സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുക. എല്ലാ ഞായറാഴ്ചയും, ലോക്ക്ഡൗണിൻ്റെ എല്ലാ ഞായറാഴ്ചയും 7 മണിക്ക് രാവിലെ ഇവിടെ കുർബാന ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങളെല്ലാം ചൊല്ലിയത് ആലപ്പുഴ രൂപതാധ്യക്ഷൻ ജെയിംസ് റാഫേൽ പിതാവാണ് ഇവിടെ വന്ന് കുർബാന ചൊല്ലിയത്. ഈ സ്റ്റുഡിയോയിൽ അധികം 1-2 കുറച്ച് ആൾക്കാരേ ഉള്ളൂ ലോക്ക്ഡൗണിൻ്റെ കാരണം. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിൽ കറക്റ്റ് 7 മണിക്ക് തന്നെ അഭിനന്ദ പിതാവിൻ്റെ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ കഴിയും. എല്ലാ ഞായറാഴ്ച 7 മണിക്ക് കുർബാനയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങളെ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. സമാപനാശീർവാദമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വീണ്ടും തത്സമയം വണക്കമാസം അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനയുണ്ട്, അത് സമർപ്പിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ വിഷയം, ഈ സങ്കടകാലം തീർച്ചയായിട്ടും നമ്മൾ വിജയകരമായിട്ട് തരണം ചെയ്യും. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടത്തില്ല, ഉറപ്പായിട്ടും. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് റീഗെയിൻ ചെയ്ത് തരും, പുനരുദ്ധരിച്ച് തരും.
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സന്തോഷത്തോടെ ആശീർവാദം നമിച്ച് നിങ്ങളുടെ രോഗങ്ങൾ ഈ സമയത്താണ് സമർപ്പിക്കേണ്ടത്. സാക്ഷ്യം പറയാമെന്ന് ഈശോയോട് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി കർത്താവെ, എല്ലാ രോഗികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആ രോഗികളുടെ മേൽ എല്ലാ ഈ നിമിഷം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ കരുണയിലെ രോഗങ്ങൾ ഈ നിമിഷം സൗഖ്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും എല്ലാ രോഗാവസ്ഥകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, യേശുവേ, യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.